യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസന്തകം. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണം സുന്ദരകാന്ഡം 66-ാം സർഗം. രാമവിലാപം. ഹനുമാൻ സീതാദേവി അടയാളമായി തൻ്റെ കയ്യിൽ തന്ന ചൂടാമണി ശ്രീരാമനെ ഏൽപ്പിച്ചു. സീതാദർശനം സാധിച്ചത് എങ്ങനെയെന്നും ദേവി അരുളിയതുമെല്ലാം യഥാക്രമം മാരുതി രാമലക്ഷ്മണന്മാരെ പറഞ്ഞു കേൾപ്പിച്ചു. ഇതുവരെയുള്ള കഥാഭാഗം നാം കേട്ടുകഴിഞ്ഞതാണല്ലോ. ഹനുമാന്റെ വാക്കുകൾ കേട്ട ശ്രീരാമൻ ആ ചൂടാമണി മാറിൽ ചേർത്ത് കണ്ണീരൊഴുക്കി. ആ ഉത്തമാഭരണത്തെ കണ്ടിട്ട് ശ്രീരാഘവൻ സുഗ്രീവനോട് പറഞ്ഞു, കുട്ടിയെ കണ്ട പശു പാൽ ചുരത്തുന്നത് പോലെ ഈ ആഭരണത്തിൻ്റെ ദർശനത്താൽ എൻ്റെ ഹൃദയവും ഉരുകുന്നു. ഈ മണിരത്നം വൈദേഹിക്ക് എൻ്റെ ഭാര്യാപിതാവ് കൊടുത്തതാണ്. സമുദ്രത്തിൽ നിന്ന് ലഭിച്ച ഈ രത്നം ഇന്ദ്രൻ ജനക മഹാരാജാവിന് സമ്മാനിച്ചതാണ്. ഈ ഉത്തമ രത്നം കണ്ട് എനിക്ക് ഇപ്പോൾ അച്ഛൻ്റെയും വിദേഹ രാജാവിൻ്റെയും ദർശനം ലഭിച്ചിരിക്കുന്നു. ഈ മണി എൻ്റെ പ്രിയയുടെ മൂർധാവിൽ ശോഭിച്ചിരുന്നു. ഇത് കാണുമ്പോൾ അവളെ കാണുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ലക്ഷ്മണ, വൈദേഹിയെ വിട്ടുപിരിഞ്ഞ് ഈ മണി മാത്രം ഞാൻ കാണുന്നു എന്നതിനേക്കാൾ ദുഃഖതരമായിട്ട് എന്തുണ്ട്? ഒരു മാസക്കാലം ജീവനെ വെച്ചിരിക്കാമെന്ന് സീത പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനകം തന്നെ നമുക്ക് ലങ്കയിൽ ചെന്ന് ശത്രു സംഹാരം ചെയ്യാം. സീതയെ വിട്ടുപിരിഞ്ഞ് ഇനി ക്ഷണനേരം ഞാൻ ജീവിച്ചിരിക്കില്ല. എൻ്റെ പ്രിയയെ കണ്ടെത്തിയ ദിക്കിലേക്ക് എന്നെയും കൊണ്ടുപോവുക. വൃത്താന്തം അറിഞ്ഞ എനിക്ക് ഒരു ക്ഷണം പോലും അനാവശ്യമായി ഇവിടെ നിൽക്കാൻ പറ്റില്ല. സീത ആ രാക്ഷസന്മാരുടെ നടുക്ക് വാഴുന്നതെങ്ങനെ? മേഘങ്ങളാൽ മറക്കപ്പെട്ട ശരചന്ദ്രനെപ്പോലെ അവളുടെ മുഖം ശോഭയറ്റതായിരിക്കുമല്ലോ. ഹനുമാനെ, സീത എന്തു പറഞ്ഞു എന്ന് സത്യമായി എന്നോട് പറയൂ. മരുന്നുകൊണ്ട് രോഗി എന്ന പോലെ ഞാൻ ഇതുകൊണ്ട് ജീവിക്കും. സർവാംഗസുന്ദരിയും മധുരഭാഷിണിയും എന്നെ പിരിഞ്ഞിരിക്കുന്നവളുമായ എൻ്റെ ഭാമിനി എന്തു പറഞ്ഞയച്ചു? ഹനുമാനെ, എന്നോട് വിശദമായി പറഞ്ഞു തരിക. 66-ാം സർഗം അവസാനിച്ചു. ജാനകീ ജീവനസ്മരണം. ജയ ജയ രാമ രാമ.